നമസ്കാരമുണ്ട്. ജില്ലാ ലൈവിൻ്റെ നല്ലൊരു വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളിയിലെ വിശേഷങ്ങൾ. വേളാങ്കണ്ണി പള്ളിയിലെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാവരും ഒക്കെ ഈ പള്ളിയിൽ പോയിട്ടുള്ളതായിരിക്കാം. പള്ളിയിൽ പോയിട്ടില്ലാത്തവർക്കും അറിയാനും ഇപ്പോഴത്തെ ആ പള്ളിയുടെ അവസ്ഥയും കാര്യങ്ങളുമാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു മണൽ ഇട്ട സ്ഥലം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞങ്ങൾ കഴിഞ്ഞ 27-ാം തീയതിയാണ് ഇവിടെ നിന്നും, കേരളത്തിൽ നിന്നും പുറപ്പെട്ടത്. അതായത് നമ്മൾ എടുത്ത പുതിയ വണ്ടിക്കകത്തായതുകൊണ്ട് ഒരു ടൂർ പ്രോഗ്രാം പോലെ നമ്മൾ ഈ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയിരിക്കുകയാണ്. നേരത്തെ പോകാഞ്ഞതിനകത്ത് ഇപ്പം എനിക്ക് വലിയ ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടം കൊണ്ട് അവസാനിച്ചു. ഇനി അടുത്ത വർഷവും പോകാൻ സാധിക്കണേ എന്നാണ് ഞാനും പറയുന്നത്. ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും പോകണം എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒരു തീർത്ഥാടന കേന്ദ്രം തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് വേളാങ്കണ്ണി ആവട്ടെ. ഇതൊക്കെ വേളാങ്കണ്ണിയിലെ പള്ളികളാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു അവിടെ ഒരു 4 പള്ളികളുണ്ട്. ആ പള്ളികൾ വളരെ മനോഹരമാണ്. കടലിൻ്റെ തീരത്താണ്. വളരെ മനോഹരമായ ഭൂപ്രദേശമാണ്. അതാണ് ഏറ്റവും വലിയൊരു എനർജി നൽകുന്നത്. അവിടെ ചെന്ന് ഒരു കുമ്പസാരത്തിലൊക്കെ പങ്കെടുത്താൽ നല്ലൊരു എനർജിയാണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് അവിടുത്തെ വളരെ വലിയൊരു നേർച്ചയാണ്. ഈ ദൃശ്യങ്ങൾ, കഴിഞ്ഞ ദൃശ്യങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ, മണലിട്ട ഒരു സ്ഥലം നമ്മളെ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ കണ്ടു നിന്ന എനിക്ക് വലിയൊരു അതിശയമാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഏകദേശം ഇപ്പോൾ സമയം ഒരു 8-8:30 കാണും. ആ ചുരിദാറിട്ട് പോകുന്നത് എൻ്റെ ഭാര്യയാണ്. അവൾക്കൊരു നേർച്ചയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വരുമ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ നേർച്ച എന്താണെന്നോ അല്ലെ അത് എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് ആ നേർച്ച എന്ന് പറയുന്നത് വഞ്ചിയിലെങ്ങാണം പൈസ ഇടുക എന്നാണ്. പക്ഷേ എൻ്റെ ഭാര്യ, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ഇവരൊന്നും പറയാതെ ഈ മണൽ കണ്ടപ്പോൾ, എല്ലാവരും നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിശയിച്ച് നിന്നപ്പോൾ ഒരു ബാഗ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഭാര്യ പെട്ടെന്ന് തന്നെ ചുരിദാറിൻ്റെ ഷാൾ ഇതേപോലെ ഇട്ടിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അന്നേരവും എനിക്ക് എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത്, അല്ലെ എന്താണ് അവളെ വഴിപാട്, ഇതാണോ വഴിപാട് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇതായിരുന്നു എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ വഴിപാട്. ഏകദേശം 1 കിലോമീറ്ററോളം എഴുന്നേൽക്കാതെ നടക്കണം. എൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ ഭാര്യയിൽ നിന്നും ശ്രദ്ധ ഞാൻ ബാക്കിയുള്ളിടത്തേക്ക് ചെന്നപ്പോൾ എനിക്ക് വലിയ ഒരു അതിശയമാണ് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ 2 കാല് വയ്യാത്തവർ വരെ ഇഴഞ്ഞ് നടന്നു വരുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് കാലും കൈയൊക്കെ ആവുന്നവരാണ്. പക്ഷേ അവർ ഈ ഒരു നേർച്ച തല മൊട്ടയടിച്ച് അത് ഈ ചന്ദനം പൂശി, തലയിലാണ് ചന്ദനം പൂശി ഇട്ട് ഈ മുട്ടുകാലിൽ നടന്ന് അങ്ങേ അറ്റം വരെ എത്തണം. എത്ര ദൂരമുണ്ടെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. പക്ഷെ ഞാൻ കാണുമ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗം എനിക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നതേയില്ല. പക്ഷെ നിരവധി ആൾക്കാർ, അതായത് ഈ ഒരു മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് വരച്ചുകൊണ്ട് ആ ഒരു നിമിഷം വളരെ ഇപ്പം നമുക്ക് കാണാം. വയ്യാത്തവർ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചും നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൺപിള്ളേരായാലും പെണ്ണുങ്ങളായാലും സ്ത്രീകളും ഒക്കെ വലിയൊരു പ്രാർത്ഥനയോടുകൂടി ആ മണലിലൂടെ, ആ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ മുട്ടുകാലിലെഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. ഈ ആഗ്രഹങ്ങൾ, അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നടന്നിട്ടായിരിക്കുമല്ലോ ഈ ഒരു മുട്ടുകാലിലെഴിഞ്ഞ് ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു വഴിപാട് കഴിക്കുന്നത്. ഇനിയുമുണ്ട് ഒരുപാട് ദൃശ്യങ്ങൾ. കുട്ടികളടക്കമുള്ളവർ ഇങ്ങനെ മുട്ടുകാലയിൽ നടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ഭക്തിപൂർവ്വം. ഈ വരുന്ന ചേച്ചിയൊക്കെ ഞാൻ ആ മണലാരണ്യത്തിൽ കണ്ടതാണ്. ഈ മണലാരത്തിൽ ആ ചേച്ചിക്ക് 2 കാലും വയ്യ. പക്ഷേ അവരുടെ ആഗ്രഹം എന്തോ സാധിച്ചതിന്, ആഗ്രഹം സാധിക്കുന്നവരാണ് ഇവിടെ വന്ന് ഈ പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴിയിൽ മാതാവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അവർ മുട്ടുകാലിൽ ഇഴഞ്ഞ് ചെന്ന് പ്രാർത്ഥിച്ച് സായുജ്യം അടയുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണുന്നത്. എൻ്റെ വൈഫിൻ്റെ എന്താണ് നിൻ്റെ കാര്യം സാധിച്ചത് എന്ന് ഞാൻ ചോദിച്ചില്ല. എൻ്റെ ഹൃദയം വല്ലാത്തൊരു സന്തോഷമാണോ ദുഃഖമാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യായിരുന്നു. പക്ഷേ ഈ ഒരു ദൃശ്യങ്ങൾ അവിടെ ഏതൊരു മാതാവിനെ കാണുന്നവരുടെയും
ഹൃദയത്തിൽ അവരുടെ ആ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കും എന്നുള്ളതിൻ്റെ പ്രധാന ഒരു തെളിവാണിത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ അല്ലെങ്കിൽ കുടുംബത്താർക്കെങ്കിലും അസുഖങ്ങൾ മാറാനും അതാണ് എനിക്ക് മനസ്സിലായത്. കൂടുതലും അസുഖങ്ങൾ മാറാൻ വേണ്ടി ആണ് ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് കുരിശിൻ്റെ വഴിയാണോ അല്ലേ മറ്റെന്തെങ്കിലും വഴിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. മലയാളികളാരും ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ചെയ്യുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചില്ല. പക്ഷേ ഈ കൊച്ചു കുട്ടിയെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മുട്ടുകാലയിൽ എഴഞ്ഞു വരികയാണ്. എന്തോ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ വലിയൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ ഈ ചടങ്ങുകളിൽ കുട്ടികളും അതേപോലെ നേർച്ചയാണ്. എന്തെങ്കിലും കാര്യം സാധിച്ചു കാണും, അതായിരിക്കും ആ കുട്ടി വരെ വന്ന് ഇത് ചെയ്യുന്നത്. ഇനി എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി എത്ര ദൂരം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതാണ് ഞാൻ ഈ വഴികളിലൂടെ ചെല്ലുന്നത്. ഇവിടുത്തെ ഐതിഹ്യം എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ ചരിത്രം ഞാൻ നിങ്ങളോടത്തൊന്നും പങ്കുവയ്ക്കാം. ഉള്ളതാണോ ഇല്ലയെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഒന്ന് ചകഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പണ്ട് ഇതൊരു നല്ല ഗ്രാമപ്രദേശമായിരുന്നു. ഇവിടെ പള്ളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാചാരങ്ങളും ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു. ജമ്മിത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ജമ്മിയുടെ വീട്ടിലെ ഒരു കറവക്കാരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. സത്യസന്ധനാണ് അദ്ദേഹം. ഒരിക്കൽ പാലുമായിട്ട് വരുന്ന വഴി ആ പാൽക്കുടം തറയിൽ വീണ് പൊട്ടിപ്പോയി. ആ വിവരം വന്ന് ജമ്മിയോട് പറയുകയും ജമ്മി ഈ ബാലനല്ല അദ്ദേഹത്തെ ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദിച്ച് പുറത്താക്കി വിഷമിച്ച് കള്ളൻ എന്ന് വിളിപ്പേരും കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം വിഷമിച്ച് ഈ കടൽപ്പുറത്ത് വന്നിരുന്നപ്പോൾ ഒരു മാതാവ് വന്ന് വരികയും എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയും കാര്യങ്ങൾ പറയുകയും ഞാൻ ആ കറന്ന പാൽ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി, അതിന് ജമ്മി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് സങ്കടത്തോടെ ആ മാതാവിനോട് കരഞ്ഞു പറഞ്ഞപ്പോൾ മോൻ വിഷമിക്കണ്ട എന്നും പറഞ്ഞ് ഒരു കുടം പാൽ, എത്ര പാലാണോ തട്ടിപ്പോയത് അത്രയും പാൽ ഉള്ള ഒരു കുടം ആ ബാലൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി കൊടുത്ത് നിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ പറഞ്ഞു. ഈ പാലുമായി ജമ്മിയുടെ വീട്ടിൽ ചെന്നു, പാല് കൊടുത്തു. പക്ഷേ പാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുടം നിറഞ്ഞൊഴുകുകയായിരുന്നു. ആ നിറഞ്ഞൊഴുകിയ കുടം കൊണ്ട് ആ ആ പ്രദേശം മൊത്തം നിറയുകയും അങ്ങനെയാണ് അവിടുത്തെ ചരിത്രത്തിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തേക്ക് വരുന്നത്. പിന്നെ അതൊരു ചെറിയ പള്ളിയായി. പിന്നെ അവിടത്തേക്ക് വിശ്വാസികൾ വരാൻ തുടങ്ങി. ഈ പാലിൻ്റെ കഥ നാട് മൊത്തവും പരന്ന് അങ്ങനെ അവിടെ ഒരു ചെറിയ അത് മാതാവിൻ്റെ സാന്നിധ്യമുണ്ടായി എന്ന് മനസ്സിലാക്കി അങ്ങനെ അവിടുന്ന് ഒരു ചെറിയ പള്ളിയായിട്ട് രൂപാന്തരപ്പെട്ട് ഇന്ന് 4 വലിയ പള്ളികൾ അവിടെ, 4 5 എന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷേ എന്നാലും വലിയ പള്ളികളായി. പിന്നെ പേരുകേട്ട വേളാങ്കണ്ണി പള്ളിയായി, മാതാവിൻ്റെ പള്ളിയായി. അതാണ് എനിക്കൊരു ചരിത്രം മനസ്സിലാവുന്നത്. ഞാൻ ഈ ചരിത്രം പറഞ്ഞ് നടന്നപ്പോൾ നമ്മൾ ഇങ്ങേ അറ്റം വന്നു. അവിടാണ് നമ്മളറിയുന്ന ഈ മണലിലൂടെ ആ വഴിപാട് നടത്തി ഏറ്റവും അവസാനം എത്തുന്നത് ഈ ഒരു പ്രദേശത്ത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മാതാവിൻ്റെ മുമ്പിലേക്കാണ് എത്തുന്നത്. മാതാവ് ഇരിക്കുന്നത് ആ പള്ളിയിലാണ്. നമ്മുടെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പള്ളിയിലാണ്. അവിടെ മാതാവുണ്ട്. ആ മാതാവിൻ്റെ മുമ്പിലേക്കാണ് മുട്ടുകാലയിലെഴിഞ്ഞ് ഇവിടം വരെ എത്തേണ്ടത്. എൻ്റെ ഭാര്യ എത്തേണ്ട ദൂരമാണ് ഞാൻ നോക്കാൻ വന്നത്. മനസ്സറിഞ്ഞ് ഞാനും അങ്ങോട്ടേക്ക് നോക്കി. അവളെ മുട്ടിന് വേദന എടുക്കരുത്, അല്ലെ അവളെ ഈ ഇഴഞ്ഞു വരുന്നവരൊക്കെ ആർക്കും മുട്ടുവേദന ഉണ്ടാവരുത് എന്ന് ഞാനും ആ പള്ളിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഈ നിൽക്കുന്നതാണ് അങ്ങേറ്റത്തു നിന്ന് ഇങ്ങേറ്റം വരെ ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററോളം മുട്ടുകാലയിൽ ഇഴഞ്ഞു വന്ന് കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും മാതാവ് നടത്തി കൊടുക്കണേ, അല്ലേ നടത്തി അതിനുള്ള പ്രായശ്ചിത്തമാണ് ഞാൻ ഈ കാണിക്കുന്നത്, അല്ലേ ഞങ്ങൾ ഈ വന്ന് മാതാവിൻ്റെ മുമ്പിൽ തൊഴുന്നത് എന്നാണ്. എൻ്റെ ഭാര്യയാണ് വരുന്നത്. എന്തായാലും 1 കിലോമീറ്ററോളം മുട്ടിലിഴഞ്ഞ് എഴുന്നേക്കാതെ ഒക്കെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ആ ഒരു കാഴ്ച. വേളാങ്കണ്ണിൽ പള്ളിയിൽ പോയി മനസ്സരിഞ്ഞ് അല്ലെങ്കിൽ മുട്ടുകാലയിൽ എഴഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നടക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും അത് അത്ര വിശ്വാസമുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അവൾ മനസ്സിലാഗ്രഹിച്ച കാര്യം നടന്നു എന്നുള്ളത് കൊണ്ടുമായിരിക്കാം അവൾ ഈ ഒരു നേർച്ച ഇത്ര റിസ്ക് എടുത്ത് നടത്തി മുട്ടിലിഴഞ്ഞ് തന്നെ
ഇങ്ങ് വന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ആ കാഴ്ച ഞാനൊന്ന് കാണിക്കാം. ഇനി ആയാലും വേളാങ്കണ്ണി ചെല്ലുമ്പോൾ ഈ ഒരു നേർച്ച എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകാം. എന്നാലും ഇത് കാണും, എല്ലാവരും കാണുന്ന ഒരു ഭാഗം തന്നെയാണ്. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ്. ഇനിയാണ് കണ്ണടച്ച് മനസ്സിലിരുത്തി അല്ലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്ന കാര്യത്തിന് ഉള്ള പ്രായശ്ചിത്തം എന്നോണം അല്ലെ ആ നേർച്ച നടത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ എന്താണ് നീ ആഗ്രഹിച്ചാൽ ആ കാര്യം നടന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആ പ്രാർത്ഥന എഴുന്നേറ്റ് ഇനി ഇവിടെ നിന്നും നേരെ ഓപ്പോസിറ്റ് മാതാവിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. മാതാവിനെ നോക്കി പ്രാർത്ഥിച്ച് ഇവിടുന്ന് എഴുന്നേറ്റ് നേരെ പോകുന്നത് പള്ളിയിലാണ്. അവിടെ കുരിശും നമ്മുടെ വീടുകളിലേക്ക് തളിക്കാനുള്ള വെള്ളവും നേർച്ച വെള്ളവും എല്ലാം ഉണ്ട്. അതിൻ്റെ നേർക്കാഴ്ച ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് കാണാം. ഇതാണ് ആ പള്ളി. നമ്മൾ നേരത്തെ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ പള്ളിയിലാണ് ഇനി ഇവിടെ നിന്ന് മുട്ടുകാലിൽ എഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ അല്ലെ ഏതെങ്കിലും ഒരു ആഗ്രഹം നടക്കണേ, അല്ലെങ്കിൽ അസുഖങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരരുത്, അല്ലെ അസുഖമുള്ളത് മാറണം എന്നൊക്കെയുള്ള ഈ ദൃശ്യങ്ങൾ ഏറ്റവും വലുതായി കാണുന്നത് അവിടുത്തെ കിണറാണ്. ഈ കിണറ്റിലെ വെള്ളം ഓളം തള്ളുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. നല്ലോണം ചെവി സൂക്ഷ്മമായിട്ട് വെച്ചാൽ മാത്രമേ അത് കേൾക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണെന്നാണ് പറയുന്നത്. അത് ഞാനും ഒക്കെ വെച്ചപ്പം എനിക്കും അത് കേൾക്കുവാൻ ചെറിയ ഒരു ഓളം അടിക്കുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് ആളും പേരുമില്ലാത്ത സമയം ഞാനും ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി എൻ്റെ കാതുകളും ഞാൻ ആ ഗ്ലാസ്സിൽ ചേർത്ത് വെച്ച് കുറച്ച് നേരം നിന്ന് എനിക്കും എന്തോ ഒരു സൗണ്ട് കേൾക്കുവാൻ സാധിച്ചു. ഈ കൗണ്ടറിൽ നിന്നാണ് തീർത്ഥജലം കിട്ടുന്നത്. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും അല്ലെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ കുടഞ്ഞാലും ഒക്കെ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇത് മാതാവിൻ്റെ തീർത്ഥമാണ്. ഒരുപാട് പേര് 20 രൂപ മാതാവിൻ്റെ രൂപത്തിലുള്ള കുപ്പിയിൽ വാങ്ങി വരുന്നത് കാണാം. ഞാനും വാങ്ങി ഒരു 4 കുപ്പി തീർത്ഥം. വാങ്ങിയതിന് ശേഷം പള്ളിയുടെ കാഴ്ചകളാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. വേളാങ്കണ്ണി പള്ളി വളരെ മനോഹരമാണ്. ഇവിടെ മലയാളികളുടെ കുർബാനയാണ് ഇപ്പോൾ നടക്കുന്നത്, മലയാളത്തിലുള്ള. അതിലും ഒന്ന് കയറി പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഒരു 10-15 മിനിറ്റോളം ആ കുർബാനയിൽ പങ്കെടുത്തു. വലിയൊരു ആശ്വാസമാണ്. എന്തോ വലിയൊരു നിധി കിട്ടിയതിന് തുല്യമാണ്. അതിനുശേഷം ആ പള്ളിയുടെ പരിസരങ്ങളാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. ദൂരെ നിന്നും ഉള്ള ദൃശ്യങ്ങൾ. പള്ളി വളരെ ഭംഗിയാണ്. കടപ്പുറത്ത് ആണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. വേളാങ്കണ്ണി പള്ളിയെപ്പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യം ഇല്ല. എന്തായാലും പള്ളിയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കർത്താവിൻ്റെ വലിയ ഒരു പ്രതിമ നമുക്ക് വേളാങ്കണ്ണി പള്ളിയിൽ കാണുവാൻ സാധിക്കും.